ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ കളക്ഷനിൽ വരുന്ന കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി സാരീസ് കാണിക്കാനായിട്ടാണ്. അപ്പൊ നമുക്ക് ഓരോരോ സാരീസ് വെച്ചിട്ട് കാണാം. ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സിന്തറ്റിക് ഓർഗൻസ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉള്ള ഒരു സാരിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് സബ്സ്ക്രൈബർ അയച്ചു തന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്ന ഡിസൈൻ വരുന്നത്. നല്ല ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ടുള്ള റോസ് ഫ്ലവർ പാറ്റേൺ ആണ്. ഒരു ചെറിയ ഫ്ലവർ ബഞ്ച് ആണ്, എന്നാലും ഇതിനകത്ത് നിറച്ചും തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു മെറൂണിഷ് റെഡ് കളറിലുള്ള റോസ് ഫ്ലവേഴ്സ് ശരിക്കും നല്ലൊരു 3D ഇഫക്റ്റ്, ശരിക്കും ചെറിയ റോസ് ഫ്ലവേഴ്സ് നിൽക്കുന്ന ഒരു ഫീൽ തന്നെ വരുന്നത് പോലെയാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതുപോലെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വർക്കുമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ ഒരു എൻഡ് വരുന്നത്. ഉള്ളിൽ വരുന്ന എൻഡിലും സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളിൽ വരുന്ന എൻഡിലും സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല്ലുവിന്റെ എൻ പോർഷനിൽ രണ്ട് എൻഡിലുമായിട്ട് രണ്ട് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഡിസൈൻസ് വരുന്നത്. ഒരു ഡിസൈനാണ് കറക്റ്റ് ഷോൾഡർ പോർഷനിലോട്ട് വരുന്നത് പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. കുറച്ച് താഴോട്ട് വരുന്നത് പോലെയാണ് രണ്ട് ഡിസൈൻ. അതായത് രണ്ട് ഡിസൈൻസിന് ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻസ് വരുന്നത്. എല്ലാം സെയിം സൈസിൽ തന്നെ വരുന്ന എംബ്രോയിഡറി ആണ്. അതുപോലെ ഇത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷന്റെ, മെറൂണിഷ് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷന്റെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മെറ്റീരിയലിന്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നമ്മുടെ സിൽക്കി കോട്ട സൂപ്പർ നെറ്റിന്റെ ഒക്കെ ഒരു ട്രാൻസ്പെറൻസി പോലെ തന്നെയാണ്. ഇങ്ങനെയാണ് സിംഗിൾ ലെയറിൽ വരുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. മെറ്റീരിയൽ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത്, ഇത് കണ്ടോ, ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ഇതുപോലെ സൂപ്പർ നെറ്റ് ഒക്കെ പോലെ തന്നെ ട്രാൻസ്പെറൻസി വരാത്ത ടൈപ്പ് തന്നെയാണ്. സിംഗിൾ ലെയറിൽ മാത്രമേ ഇതിനൊരു ട്രാൻസ്പെറൻസി വരത്തുള്ളൂ. നെക്സ്റ്റ് ഈ സാരിയുടെ ബോട്ടം പോർഷനിലോട്ടാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം പോർഷനിൽ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് റൈറ്റ് ലെഗ് പോർഷനിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. അതിനുശേഷം ഇതിന്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്നത് പോലെ വീണ്ടും രണ്ട് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇങ്ങനെ രണ്ട് ഡിസൈൻസ്, ഏകദേശം ഇത് ഫ്ലീറ്റ്സ് തീരാറാവുന്ന ഭാഗത്തായിരിക്കും ഒരു ഡിസൈൻ വരുന്നത്. ഒരെണ്ണം ഫ്ലീറ്റ്സിന് ഇടയ്ക്ക് വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ടോട്ടൽ ഡിസൈൻസ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു തിക്കായിട്ടുള്ള ഫ്ലവർ ബഞ്ച്, 6-7 ഫ്ലവേഴ്സ് വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഈ ഫ്ലവർ ബഞ്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു തിക്കായിട്ടുള്ള ഫ്ലവർ ബഞ്ച് ഡിസൈൻ രണ്ട് സ്ലീവ്സിലും വരുന്നത് പോലെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2495 ആണ്, 2495 റുപ്പീസ്. സെയിം സിന്തറ്റിക് ഓർഗൻസിൽ വരുന്ന ഒരു സാരി തന്നെയാണ് വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒരു പിങ്കിന്റെ രണ്ട് കോമ്പിനേഷൻ, അതായത് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കൂടെ വരുന്ന ഒരു കോമ്പിനേഷനുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഇതിനകത്ത് ബുള്ളിയൻ നോട്ട്സും അതുപോലെ കാസ്റ്റോൺ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ബഡ്സും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ ഉള്ളൊരു ലീഫ് പാറ്റേൺ ആണ്. എല്ലാം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആണിത്. അതിനുശേഷം പല്ലുവിന്റെ ഉള്ളിൽ വരുന്നിടത്തും സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിന്റെ ഉള്ളിൽ വരുന്നിടത്ത് ഡിസൈൻ വരുന്നത്. അതിനുശേഷം ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷന് മുമ്പ് ഇതിന്റെ ഒരു റണ്ണിങ് പോർഷനിലും ഇതുപോലെ ഒരു സെയിം ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലെ റണ്ണിങ് പോർഷനിലും സെയിം സൈസിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സാരി പോലെ തന്നെ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്താണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം നല്ല കയറി ഷോൾഡർ പോർഷനിൽ വന്നതിന് ശേഷം കുറച്ച് താഴോട്ട് ഇറങ്ങിയാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻസ് വരുന്നത്. ട്രാൻസ്പെറൻസി എല്ലാം ഞാൻ ഓൾറെഡി മറ്റേ സാരിയിൽ കാണിച്ചത് കൊണ്ട് വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. സെയിം മെറ്റീരിയലും സെയിം കളറുമാണ്. മെറ്റീരിയലിന്റെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. അതിനുശേഷം ഇതിന്റെ പുറകോട്ട് വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിലും ഇതുപോലെ ഈ സ്ലീപ്പിംഗ് പാറ്റേണിൽ തന്നെയാണ് ഈ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലും അതുപോലെ അതിന്റെ ഫ്ലീറ്റ്സിന് ഉള്ളിൽ വരുന്നത് പോലെ ഓരോ ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ്. ഈ ഒരു സാരിക്കും അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വരുന്നുണ്ട്.
ഇങ്ങനെ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത് പോലെയാണ് ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാസ്റ്റോൺ സ്റ്റിച്ചും ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2995 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ലെമൺ യെല്ലോ ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഒരു പർപ്പിളിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. ലെമൺ യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ വീഡിയോയിൽ അതിനെ കറക്റ്റ് കളറിലായിരിക്കില്ല കാണുന്നത്, കുറച്ചും കൂടെ ഒരു ലൈറ്റർ ഷെയ്ഡിലോട്ടായിരിക്കും. അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാവുന്ന പോലത്തെ 3 ഷെയ്ഡ്സ് ഓഫ് പർപ്പിൾ ആണ്. ലൈറ്റ് ലാവൻഡർ ചേർന്നൊരു പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ, അതിൻ്റെ ഒരു മിഡിൽ നിൽക്കുന്ന ഒരു പർപ്പിൾ, അങ്ങനെ 3 ഷെയ്ഡ് ഓഫ് പർപ്പിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രീൻ ആണെങ്കിലും 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റർ ടോണും അതുപോലെ ഒരു ഡാർക്കർ ടോണിലുള്ള 2 ഷെയ്ഡ്സ് ഓഫ് ഗ്രീനും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സൈസിലുള്ളൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പല്ലുവിൻ്റെ എൻ പോർഷനിലെ ഡിസൈൻ ഇങ്ങനെയാണ്. പല്ലുവിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിൽ ഇതുപോലെ ചെറിയ ഫ്ലവർ പാറ്റേൺ 2 നടുക്കും അതുപോലെ ഉള്ളിൽ വരുന്നിടത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിൻ്റെ എൻ പോർഷൻ വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ റണ്ണിങ് പോർഷനിലോട്ടാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഡിസൈൻ വരുന്നത്. ഒരു 3 സൈസിലായിട്ട്, അതായത് ഏറ്റവും വലിയ ഡിസൈൻ പോർഷനിൽ ഇച്ചിരി ചെറിയ ഡിസൈൻ നടുക്ക് വരുന്നത് പോലെയും ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ 2 ഫ്ലവർ വരുന്ന പോലത്തെ ചെറിയ ഡിസൈൻ വരുന്നത് പോലെയാണ് പല്ലുവിൻ്റെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്തെ 3 ഡിസൈൻസ്. നമ്മൾ ഓൾറെഡി പല്ലുവിൻ്റെ ബോട്ടം പോർഷനിൽ 4 ഫ്ലവർ വരുന്ന ഡിസൈൻ നേരത്തെ ക്ലോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 ഫ്ലവറിലുള്ള ഡിസൈനും 2 ഫ്ലവറിലുള്ള ഡിസൈനും ഇതുപോലെ റണ്ണിങ് പോർഷനിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. 2 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻസ് വരുന്നത്. ആ പല്ലുവിൻ്റെ എൻ പോർഷനിൽ കണ്ടതുപോലത്തെ 2 ഡിസൈൻസ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. ലെങ്ത് ഉള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല കവറേജ് കിട്ടുന്നത് പോലെ തന്നെയാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ സ്റ്റാൻഡിങ് പോസിൽ 3 ഫ്ലവർ വരുന്നൊരു പാറ്റേണിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സിംഗിൾ ഫ്ലവർ പാറ്റേൺ, അതായത് പല്ലുവിൻ്റെ എൻഡിൽ കണ്ട പോലത്തെ സിംഗിൾ ഫ്ലവർ പാറ്റേൺ ഇതുപോലെ 3 ഡിസൈൻസ് നമ്മൾ നടക്കുമ്പോൾ ഒക്കെ കാണാൻ പറ്റുന്ന പോലെ ഫ്ലീറ്റ്സിൻ്റെ ഉള്ളിൽ വരുന്നത് പോലെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2495 ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വീണ്ടും ഒരു കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് തന്നെയാണ്. ടൊമാറ്റോ പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ ഒരു ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന ഒരു റോസ് പാറ്റേൺ ആണ്. സ്പൈഡർ എംബ്രോയിഡറി പാറ്റേണിൽ വരുന്ന പോലെയാണ് റോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഗ്രീൻ എലമെന്റ് കൊടുത്തിരിക്കുന്നത്. ആ ടൊമാറ്റോ പിങ്കിൽ നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് വരുന്നത് പോലത്തെ ആ ഒരു ബ്ലൂവിൻ്റെ 2 ടോൺസ് യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം നിറച്ച് ഫ്ലവേഴ്സ് വരുന്നൊരു ഫ്ലവർ ബഞ്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ വരുന്ന ഡിസൈൻ, നിങ്ങൾ ലോങ് ഷേപ്പിൽ വരുന്നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. സെയിം ഡിസൈൻ തന്നെ ഇതിൻ്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും 2 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 3 ഡിസൈൻ ആണ് ഇതിൻ്റെ പല്ലു പോർഷനിൽ പുറകോട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഉള്ളിൽ വരുന്നിടത്ത് ഡിസൈൻസ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ 3 നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് കാണുന്നത് പോലെ 3 ഡിസൈൻസ് ഇതിൻ്റെ പല്ലു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സെയിം സൈസിലുള്ള ഡിസൈൻസ് തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 3. അത് കഴിഞ്ഞ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ അടുത്തടുത്തായിട്ട് വരുന്നത് പോലെ ഇങ്ങനെ ചെസ്റ്റ് പോർഷനിലും ഇതേ സൈസിൽ വരുന്ന 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇങ്ങനെ റൈറ്റ് ലെഗ് പോർഷനിലൊരു ഡിസൈൻ ആണ് ഇതിനകത്ത് ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്നത്. ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു ബോട്ടം പോർഷനിൽ 2 ഡിസൈൻസ് ഉണ്ട്. ഫ്ലീറ്റിന് ഇടയ്ക്കൊരു ഡിസൈനും അതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്നത് പോലെ ഒരു ഡിസൈനുമായിട്ടുണ്ട്. 2 ഡിസൈൻസ് ടോട്ടൽ ബോട്ടം പോർഷനിൽ വരുന്നത്. ഇത്രയും ഡിസൈൻസ് വരുന്ന ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2315 റുപ്പീസ് ആണ്. നെക്സ്റ്റ് കാണിക്കുന്ന സെയിം കളർ ടോണിൽ തന്നെ വരുന്നതാണ്, പക്ഷെ സിൽക്കി കോട്ട, അതായത് ടൊമാറ്റോ പിങ്ക് സിൽക്കി കോട്ടയിൽ വരുന്നൊരു സാരിയാണ്. അതിനകത്ത് ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ്. നല്ല ശരിക്കും ഒരു
ഹാൻഡ് എംബ്രോയിഡറി ആണോ എന്ന് തന്നെ തോന്നിക്കുന്ന പോലത്തെ അത്രയും പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. അതിനകത്ത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഉള്ള ഒരു കോമ്പിനേഷനിലാണ്. സെൻട്രൽ പോർഷനിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡിന്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലവർ ഇത് പൂമ്പൊടി പോലൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ ആണെങ്കിലും 2 ഷെയ്ഡ്സ് ഓഫ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ ഉള്ള ഒരു ഫ്ലവർ ബഞ്ച് തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്ന ഫസ്റ്റ് ഫ്ലവർ വരുന്നത്. പല്ലുവിന്റെ ഉള്ളിലോട്ട്, അതായത് എൻ പോർഷന്റെ ഉള്ളിലോട്ട് വരുമ്പോഴും 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലെ എൻഡിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ പോർഷനിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ടം പോർഷൻ, പല്ലുവിന്റെ ബോട്ടം പോർഷൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ്. 2 ഫ്ലവർ വീതം വരുന്ന 2 ഡിസൈൻസ് ആണ് ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴും ഇതുപോലത്തെ 2 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. ആ ഒരു ടൊമാറ്റോ പിങ്ക് ബ്ലൂ സ്കൈ ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് തന്നെ കാണാവുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അതിനുശേഷം ഇതിന്റെ ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത്. സിംഗിൾ ഫ്ലവർ പാറ്റേണിൽ കുറച്ച് തീരെ എൻ പോർഷനിലല്ലാണ്ട് കുറച്ച് മുകളിലോട്ട് കയറി ഈ ഒരു ഫ്ലീറ്റ്സ് റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് ഫ്ലീറ്റ്സ് ഫുള്ളായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ ഞാൻ തിരിച്ചാണ് സാരി പിടിച്ചിരിക്കുന്നത്. സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ഫ്ലവർ പാറ്റേൺ വന്നിരിക്കുന്നത്. തീരെ എൻ പോർഷനിലായിട്ടല്ല ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു 5-6 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു ഡിസൈൻസ് കൊടുത്ത് ഒരു 5-6 ഇഞ്ച് മുകളിലോട്ട് കയറി സ്റ്റാൻഡിങ് പോസിൽ നിൽക്കുന്നത് പോലെയാണ്. ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയിൽ നല്ല വരുന്ന പോലെയാണ് ഒരു എംബ്രോയിഡറി പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 2375 റുപ്പീസ് ആണ്. അപ്പോൾ ഇത്രയും സാരീസ് നമുക്ക് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് രണ്ടാമത് കാണിച്ച സാരി അല്ലെങ്കിൽ മൂന്നാമത് കാണിച്ച സാരി എന്ന് പറഞ്ഞാൽ മതി. നമുക്കത് അവൈലബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നതായിരിക്കും. അപ്പം നമ്മൾ പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്ന വരെ താങ്ക് യു ഫോർ വാച്ചിങ്.